നമസ്കാരം. 23 ദിവസം നീണ്ട പ്രചണ്ഡ പ്രചാരണം നിലമ്പൂരിൽ കൊട്ടിക്കലാശിച്ചു. പെരുമഴയിലും ചോരാത്ത ആവേശത്തോടെ കൊട്ടിക്കലാശം ശക്തി പ്രകടനമാക്കി മാറ്റി മുന്നണികൾ. മറ്റന്നാൾ നിലമ്പൂർ ജനത വിധിയെഴുതും. വിവാദങ്ങളും ജനകീയ വിഷയങ്ങളും അന്തർദേശീയ പ്രശ്നങ്ങളും വരെ ചർച്ച ചെയ്ത് മണ്ഡലത്തിൽ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. നിലമ്പൂരിൽ LDFന് അനുകൂലമാണ് കാറ്റെന്ന് LDF അവകാശപ്പെടുമ്പോൾ ഭൂരിപക്ഷം 15,000 കടക്കുമെന്നാണ് UDFന്റെ അവകാശവാദം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള മാറ്റുരയ്ക്കലിൽ അവസാന നാളിൽ മുൻതൂക്കമാർക്കാണ്. നിലമ്പൂർ ആരെ കൊള്ളും ആരെ തള്ളും പരിശോധിക്കാം. നിലമ്പൂർ അംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊട്ടിക്കലാശത്തിന്റെ ദിവസമായിരുന്നു. നിലമ്പൂർ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ആവേശത്തോടെ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം കൊട്ടിക്കലാശിക്കുന്നതാണ് കണ്ടത്. 23 ദിവസം നീണ്ട പരസ്യ പ്രചാരണത്തിനാണ് സമാപനമായത്. പെരുമഴയിലും അണമുറിയാത്ത ആവേശത്തോടെ കലാശക്കൊട്ട് മുന്നണികൾ ശക്തി പ്രകടനമാക്കി മാറ്റി. റോഡ് ഷോയോടെയാണ് 3 സ്ഥാനാർത്ഥികളും കൊട്ടിക്കലാശത്തിനായി നിലമ്പൂർ ടൗണിൽ അണിനിരന്നത്. LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ വരവോടെ നിലമ്പൂർ ടൗൺ അക്ഷരാർത്ഥത്തിൽ ചെങ്കടലായി മാറി. വിവിധ സ്ഥലങ്ങളിൽ നൽകിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്ന റോഡ് ഷോ നിലമ്പൂർ ടൗണിലേക്ക് എത്തിയത്. വഴിക്കടവിൽ നിന്ന് നിലമ്പൂരിലേക്ക് റോഡ് ഷോയായാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് എത്തിയത്. DCC പ്രസിഡന്റ് VS ജോയിയുടെ ഷാഫി പറമ്പിൽ MP, MLA മാർ എന്നിവർ ഷൗക്കത്തിനായി അണിനിരന്നു. എടക്കരയിൽ വോട്ടുറപ്പിക്കാൻ ഭവന സന്ദർശനം നടത്തിയ ശേഷമാണ് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് കലാശക്കൊട്ടിൽ എത്തിയത്. പ്രവർത്തകർ ഒരുക്കിയ ആവേശ കൂട്ടായ്മയിൽ സ്ഥാനാർത്ഥിയും പങ്കുചേർന്നു. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് കലാശക്കൊട്ടിന് സ്വതന്ത്ര സ്ഥാനാർത്ഥി അൻവറിന് സ്ഥലം നിശ്ചയിച്ചു നൽകിയെങ്കിലും അൻവർ കലാശക്കൊട്ടിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. മുന്നണികൾ ആവേശക്കടൽ തീർത്ത് കൊട്ടിക്കലാശം നടത്തുമ്പോൾ ഭവന സന്ദർശനത്തിലൂടെ വോട്ടുറപ്പിക്കുന്ന തിരക്കിലായിരുന്നു കൊട്ടിക്കലാശത്തിന്റെ അവസാന മണിക്കൂറിൽ PV അൻവർ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും തമ്പടിച്ച LDF പ്രചാരണം. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ UDF ക്യാമ്പ് നടത്തിയ പിഴവുകളില്ലാത്ത പ്രചാരണം. അൻവർ ഉയർത്തിയ ഓളങ്ങൾ. ആവേശം നിറഞ്ഞ പരസ്യ പ്രചാരണത്തിന്റെ ദിനത്തിന് ശേഷം നിശബ്ദ പ്രചാരണത്തിലാണ് നിലമ്പൂർ. ഇപ്പോൾ അവസാന വോട്ടുമുറപ്പിക്കാനാകും നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസം മുന്നണികൾ ഇനി ഉപയോഗപ്പെടുത്തുക. മറ്റന്നാൾ നിലമ്പൂരിലെ ജനങ്ങൾ അവരുടെ വോട്ടവകാശം നിർണ്ണയിക്കും. ആ ഫലം 23-ന് കേരളം അറിയും. എന്തായാലും ആവേശം അലതല്ലിയതായിരുന്നു ഇന്നത്തെ നിലമ്പൂരിലെ കൊട്ടിക്കലാശത്തിന്റെ ദൃശ്യങ്ങൾ. അതിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും മനസ്സിൽ ഉടക്കി നിൽക്കുന്ന ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് പോയിട്ട് വരാം. പാട്ടും മേളവും ഡാൻസും ഒക്കെയായാണ് മുന്നണികൾ ഈ കലാശക്കൊട്ട് ഒരു ശക്തി പ്രകടനമാക്കി തന്നെ മാറ്റിയത്. എന്തായാലും കലാശക്കൊട്ടിൻ്റെ ദിവസവും ഈ അവകാശവാദങ്ങൾക്ക് ഒരു പഞ്ഞവും ഉണ്ടായിരുന്നില്ല. നിലമ്പൂരിൽ ഭൂരിപക്ഷം 15,000 കടക്കുമെന്നാണ് UDFന്റെ അവകാശവാദം. 2026 വിജയത്തിന് നിലമ്പൂരിൽ തുടക്കം കുറിക്കുമെന്നും UDF നേതാക്കൾ ഇന്ന് പ്രതികരിച്ചു. ഉജ്ജ്വലമായ വിജയം നേടണമെങ്കിൽ ഈ നിലമ്പൂരിൽ വലിയ ഭൂരിപക്ഷം UDF സ്ഥാനാർത്ഥിക്കുണ്ടാകണം. അപ്പൊ ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമല്ല ഞങ്ങൾ നിലമ്പൂരിലെ ആളുകളോട് വോട്ട് ചോദിക്കുന്നത്, വോട്ടർമാരോട് 2026 ഉജ്ജ്വലമായ വിജയത്തിലേക്കുള്ള തുടക്കം കുറിക്കേണ്ടത് ഈ നിലമ്പൂരിൽ നിന്നാണ്. ഇതൊരു രാഷ്ട്രീയ യുദ്ധമാണ്. UDF ഒറ്റക്കെട്ടാണ്. ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ കഴിയും എന്ന് മാത്രമല്ല, അതേ രീതിയിൽ കെട്ടുറപ്പുള്ള
ഒരു ഭരണം. നിലമ്പൂരാണ് തെരഞ്ഞെടുപ്പ് എങ്കിലും ഇത് UDF വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തന്നെയാണ് അധികാരത്തിൽ വരിക എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഒരു സാമ്പിളായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവകാശവാദത്തിൽ ഒട്ടും പിന്നിലല്ല LDFും. അനുകൂലമായ കാറ്റാണ് നിലമ്പൂരിലെന്ന് LDF അവകാശപ്പെടുന്നു. ഇതോടെ UDFന്റെ അടിത്തറ തകരുമെന്നും നേതാക്കൾ ഇന്ന് പ്രതികരിച്ചു. ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയത, മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയത, അവരെല്ലാമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് രാഷ്ട്രീയം കൈയാളുന്ന കോൺഗ്രസിന്റെ നയങ്ങളുടെ അടിത്തറ തകരാൻ പോവുകയാണെന്ന് LDFും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കാണുന്നു. ആ രാഷ്ട്രീയം കാലം, ചരിത്രം റദ്ദാക്കിയതാണ്. ചരിത്രത്തിന് വേണ്ടാത്ത ഇടതുപക്ഷ വിരോധത്തിന്റെ രാഷ്ട്രീയമാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്നത്. അതിന് ജനങ്ങളുടെ തിരിച്ചടിയായിരിക്കും നിലമ്പൂരിലെ ബൈലക്ഷന്റെ ഫലമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നു. അവകാശം ജനങ്ങൾ വിനിയോഗിക്കട്ടെ, അപ്പൊ നമുക്ക് പറയാം. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയമുറപ്പിക്കും, ഭൂരിപക്ഷം വൻതോതിൽ വർദ്ധിക്കും എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോഴുള്ള അനുഭവങ്ങൾ നോക്കുന്നത്. ഇവരുടെ ഈ നിലപാടിനോട് UDFിൽ തന്നെ പെട്ടിട്ടുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ യോജിക്കുന്നില്ല. ഈ പറയുന്ന പരിഹാസത്തിനും ധിക്കാരത്തിനും എല്ലാം UDFിനകത്തുള്ള മുഴുവൻ ആളുകളും അംഗീകരിക്കുന്നില്ല. അത് ജനങ്ങളുടെ ഒരു പൊതു പ്രതികരണമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. 23 ദിവസം നീണ്ട പ്രചരണമാണ് ഇന്ന് കൊട്ടിക്കലാശിച്ചത്. ഈ 23 ദിവസം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരും എന്ന് കണ്ട അതിനു മുന്നേ ഉള്ള ദിവസങ്ങളും എന്താണ് നിലമ്പൂർ കണ്ടത്, കേട്ടത്? പ്രാദേശിക വിഷയങ്ങൾ മുതൽ സംസ്ഥാന, ദേശീയ, അന്തർദേശീയ വിഷയങ്ങൾ വരെ ചർച്ചയായി നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ. പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറിലും വിവാദങ്ങൾക്കൊട്ടും കുറവുണ്ടായിരുന്നില്ല. തിരുകേശ വിവാദം ഉയർത്തുകയായിരുന്നു ഇന്ന് UDF. ജമാഅത്തെ ഇസ്ലാമി UDF പിന്തുണ LDF പ്രചാരണ വിഷയമാക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പഴയ ബോഡി വേസ്റ്റ് പരാമർശം UDF ഇന്നുയർത്തിയത്. ബോഡി വേസ്റ്റ് പരാമർശം നടത്തിയവർക്ക് ഇപ്പോൾ മൗനമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. പണ്ട് ഓർമ്മയുണ്ട്, ശ്രീ കുഞ്ഞാലി സാഹിബൊക്കെ മന്ത്രിയായിരിക്കുമ്പോൾ പിറമ ഉപതെരഞ്ഞെടുപ്പ് വന്നു. പിറം ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് തിരുകേശത്തെ സംബന്ധിച്ചാണ്. പ്രവാചകന്റെ ആണെങ്കിലും സാധാരണക്കാരുടെ ആണെങ്കിലും മുടിയും നഖവും ബോഡി വേസ്റ്റ് ആണ് എന്നാണ് അന്ന് പറഞ്ഞത്. അത് പിറവത്തെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ്. ഇവിടെ പറയില്ല. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം എല്ലായ്പ്പോഴും ഉയർത്തി ജമാഅത്തെയുമായി ബന്ധപ്പെടുത്തിയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ UDF ഇന്ന് മുഖ്യമന്ത്രിയുടെ ബോഡി വേസ്റ്റ് പരാമർശം കൂടി ഉയർത്തുകയായിരുന്നു. അതേസമയം ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചോ എന്ന് പറയേണ്ടത് സതീശനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് LDF തിരിച്ചടിച്ചത്. ജമാഅത്തെ ഇസ്ലാമിക്ക് എങ്ങനെ മാറാനാകുമെന്നായിരുന്നു വിജയരാഘവന്റെ പ്രതികരണം. മലപ്പുറത്തെ വർഗീയമായി ബ്രാൻഡ് ചെയ്യാനുള്ള UDF ശ്രമം പരാജയപ്പെട്ടുവെന്നും LDF നേതാക്കൾ പ്രതികരിച്ചു. കോൺഗ്രസിന്റെ ഈ കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിലപാട് എന്ത് എന്നുള്ളത് അവർ വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. അവർ വിശദീകരിച്ചില്ലല്ലോ. അപ്പൊ ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്താ? ഇവിടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് മുമ്പ് മതരാഷ്ട്രവാദമുണ്ട്, ഇപ്പോൾ ജമാഅത്ത് മതരാഷ്ട്രവാദം ഉയർത്തുന്നില്ല എന്നുള്ളതാണ്. മൗദൂദിയുടെ സിദ്ധാന്തമാണ് അവർ മുറുകെ പിടിക്കുന്നത്. ഇന്ന് വലിയൊരു നീക്കം സ്വരാജ് LDF സ്ഥാനാർത്ഥി സ്വരാജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥി VV പ്രകാശിന്റെ വീട്ടിൽ LDF സ്ഥാനാർത്ഥി സ്വരാജ് നടത്തിയ സന്ദർശനമാണ് അവസാന മണിക്കൂറുകളിൽ നിലമ്പൂരിൽ വലിയ ചർച്ചയായത്. സ്ഥാനാർത്ഥി VV പ്രകാശിന്റെ വീട്ടിൽ പോകണമെന്നില്ലെന്നും സ്വന്തം വീടിനടുത്തുള്ള പലയിടങ്ങളിലും ഷൗക്കത്ത് പോയിട്ടില്ലെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഇതിനോടുള്ള പ്രതികരണം. അല്ല, അതൊക്കെ എന്തിനാ ആ വീട്ടിൽ പോണത്? ആ വീട്ടിലായാലും പോണത് ഷൗക്കത്തിന്റെ പ്രദേശമൊക്കെ അപ്പുറത്ത് താമസിക്കുന്നത്. അവിടെ ഒന്നും ഷൗക്കത്ത് പോയിട്ടില്ലല്ലോ. ജോയിയുടെ വീട്ടിൽ പോയിട്ടില്ലല്ലോ. എത്ര പേരുടെ വീട്ടിൽ ഷൗക്കത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാര് അവരെയൊക്കെ അവിടെ ഷൗക്കത്ത് പോകണം. VV പ്രകാശിന്റെ വീട്ടിൽ എന്തിനാ ഷൗക്കത്ത് പോകണം? അത് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതൊക്കെ വിവാദമാക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. അതൊന്നും നിങ്ങൾ ദേശാഭിമാനി തീരുമാനിക്കണ്ട. എവിടെ പോകണമെന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കാമെന്നാണ് സതീശൻ മറുപടി പറയുന്നതെങ്കിൽ വിഷയം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകില്ലെന്നായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം.
സ്വരാജ് ഇന്നലെ വി പ്രകാശിന്റെ വീട് സന്ദർശിച്ചിരുന്നു. UDF സ്ഥാനാർത്ഥി ഇതുവരെ സന്ദർശിച്ചിട്ടില്ല. ചർച്ചയാവുന്ന രാഷ്ട്രീയമല്ലേ? കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ എല്ലാ വീടുകളിലും എന്തിനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പോകുന്നത്? അതുമല്ലാതെ തന്നെ സ്മിത പറഞ്ഞിട്ടില്ലേ, പ്രകാശിൻ്റെ ഭാര്യ പറഞ്ഞിട്ടില്ല ഞങ്ങൾ കോൺഗ്രസ് ആണ്. പക്ഷേ എന്നാൽ പോകേണ്ടതായിരുന്നില്ല അങ്ങനെ ഒരു നിർദ്ദേശം? ഇല്ല, അത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമുള്ളൂ. അത് ചർച്ചയാക്കാനല്ലേ സ്വരാജിന്റെ ഇന്നലത്തെ സന്ദർശനത്തേക്ക്? അതുകൊണ്ടെന്ന് അതൊക്കെ വേസ്റ്റ് ഓഫ് ടൈം ഓൺലി. അതൊന്നും തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുന്ന കാര്യങ്ങളായിരിക്കും. ഒരിക്കലും അല്ല. സ്മിത കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അത് എൻ്റെ നാട്ടുകാർ കൂടിയാണ്. ഞാൻ പോയിരുന്നു. എൻ്റെ നാട്ടിൽ എനിക്കറിയുന്ന കുടുംബമാണ്. സ്വരാജിന്റെ വി പ്രകാശിന്റെ വീട്ടിലേക്കുള്ള സന്ദർശനം അത് ചർച്ചയാക്കുന്നത് വേസ്റ്റ് ഓഫ് ടൈം എന്നാണ് KPCC അധ്യക്ഷൻ മറുപടി പറയുന്നതെങ്കിൽ കൃത്യമായ മറുപടി പറഞ്ഞില്ല UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. ഈ വിഷയത്തിൽ UDF വോട്ടിൽ ഭിന്നതയുണ്ടാകില്ലെന്ന് മാത്രമായിരുന്നു, വോട്ട് ലഭിക്കുമെന്നും ഷൗക്കത്ത് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം സ്വരാജ് അന്തരിച്ച വി പ്രകാശിന്റെ വീട്ടിൽ പോയി വോട്ട് വയ്ക്കുന്നത് കണ്ടു. അതൊക്കെ ഏതെങ്കിലും തരത്തിലൊരു ഭിന്നത ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്? അല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ UDF ഒറ്റക്കെട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. UDFന്റെ ഒരു സിംഗിൾ വോട്ട് പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കില്ല എന്നത് ഉറപ്പാണ്. മാത്രമല്ല, ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി കേരളത്തിലെ ഈ ദുസ്ഥിതി അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു വലിയ വിഭാഗം LDF വോട്ട് UDFൽ ലഭിക്കും. അതേസമയം സന്ദർശനം വ്യക്തിപരമാണ്, അതൊരു തർക്ക വിഷയമാക്കേണ്ടതില്ല എന്നായിരുന്നു LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പ്രതികരണം. മറ്റൊരർത്ഥത്തിൽ കാണേണ്ടതില്ല. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണെങ്കിൽ പോലും അത്തരത്തിലുള്ള എന്തെങ്കിലും ആരോപണങ്ങൾക്കോ തർക്കങ്ങൾക്കോ ഉദ്ദേശിച്ചിട്ട് ചെയ്തതല്ല. ഞാൻ ഇന്നലെ തന്നെ വിശദീകരിച്ചിരുന്നു. നമുക്കിപ്പോൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കുന്നവരും പല കാരണങ്ങളാൽ സുഹൃത്തുക്കളായി ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ഒരേ നാട്ടുകാരാകുമ്പോൾ ഒരു സൗഹൃദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പല കാരണങ്ങളുണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ കണക്കാക്കും. സത്യത്തിൽ ആശയപരമായി വിയോജിക്കുമ്പോഴും അങ്ങനെ ഒരു തലം നിലനിൽക്കുന്നത് നല്ലതാണ്. ഇതൊന്നും വ്യക്തിപരമല്ലല്ലോ. ഷൗക്കത്തോടെ പോയിട്ടില്ല എന്നതുകൂടി അത് അങ്ങനെ നമ്മളതങ്ങനെ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ പോയതിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചൊരു ഘടകമല്ല. ഞാൻ പറഞ്ഞില്ല ഇന്നലെ, അത് അത്തരം കാര്യങ്ങൾ എനിക്കറിയില്ല, ഞാനത് അന്വേഷിക്കുന്നുമില്ല. അതേസമയം സ്വരാജ് ഇന്നലെ നടത്തിയ വി പ്രകാശിന്റെ വീട്ടിലേക്കുള്ള സന്ദർശനം ഒരു സാധാരണ സന്ദർശനം മാത്രമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ പരിഹസിക്കുന്ന തരത്തിലായിരുന്നു CPM PB അംഗം A വിജയരാഘവന്റെ പ്രതികരണം. കഴിഞ്ഞ തവണ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ പോകാൻ കഴിയാത്തത് തിരക്കുകൊണ്ടായിരിക്കുമെന്നാണ് A വിജയരാഘവൻ പറഞ്ഞത്. സ്വരാജ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എല്ലാവരെയും സമീപിക്കുന്നുണ്ട്, വോട്ടഭ്യർത്ഥിച്ച് എല്ലാവരെയും സമീപിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും സമീപിച്ച കൂട്ടത്തിൽ പഴയ പ്രകാശൻ്റെ, കോൺഗ്രസ് നേതാവായിരുന്ന പ്രകാശൻ്റെ കുടുംബത്തെയും സന്ദർശിച്ചിട്ടുള്ളത് ശരിയാണ്. അത് സാധാരണയുള്ള സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ സന്ദർശനം ഉണ്ടായത്. പ്രകാശൻ്റെ കുടുംബത്തോട് കോൺഗ്രസ് അനീതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേവലാതിയും പ്രയാസങ്ങളും അവർക്കുണ്ടാകും. അത് സ്വാഭാവികമാണ്. അതവർ സഹിക്കല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ഇതാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാം. സ്വന്തം പാർട്ടിയിലെ എല്ലാ പ്രവർത്തകന്മാരുടെയും വീട്ടിൽ പോവാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു. ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച നിലമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ ഹൃദയബന്ധമുണ്ടായിരുന്ന കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ പോയി വോട്ട് ചോദിക്കാൻ പോലും തിരക്ക് കാരണം പറ്റാതിട്ടുണ്ടാവും. നിലമ്പൂരിൽ LDF UDF നേർക്കുനേരുള്ള പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത്. LDF UDF നേർക്കുനേരുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഏറ്റുമുട്ടുന്നു എന്ന പ്രതീതിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ ഈ അവസാന ദിവസം പരസ്യപ്രചരണം കൊട്ടിക്കലാശിക്കുന്ന ദിവസം മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞതെന്ന് നോക്കിയാൽ സാമൂഹ്യക്ഷേമ പെൻഷൻ ഇപ്പോൾ നല്ല നിലയ്ക്ക് നൽകുന്നതായി ഉള്ള അവകാശവാദമാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ K കരുണാകരന് താൽപര്യക്കുറവുണ്ടായിരുന്നു. പല UDF സർക്കാരുകളും ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ വിമുഖത കാട്ടിയതായും മുഖ്യമന്ത്രി വിമർശിച്ചു. ഇനി
നമുക്ക് ഗ്രൗണ്ടിൽ നിന്നുമുള്ള റിപ്പോർട്ടുകളിലേക്ക് പോകാം. അവിടെ നിന്നും TG സജിത്തും VV അരുണും CV അനുമോദും നമുക്കൊപ്പം ചേരുകയാണ്. പരസ്യ പ്രചരണം കൊട്ടിക്കലാശിച്ചിരിക്കുകയാണ്. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. ഇപ്പോഴും വലിയ അവകാശവാദങ്ങൾ മുന്നണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ആദ്യം അരുണിലേക്കാണ്. അരുൺ, ഒരു പ്രവചനം അസാധ്യമാകും വിധത്തിൽ വലിയ രീതിയിലുള്ള പോരാട്ടം നിലമ്പൂർ ഈ 23 ദിവസം പ്രചരണ രംഗത്ത് കാഴ്ചവെച്ചിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ന് പരസ്യ പ്രചാരണം അവസാനിക്കുന്ന കൊട്ടിക്കലാശിക്കുന്ന ദിവസം. ആ കൊട്ടിക്കലാശം പോലും മുന്നണികൾ ശക്തി പ്രകടനമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പ്രകടനം എന്ന് തന്നെ നമുക്ക് കൊട്ടിക്കലാശത്തിലും പറയാം. അപ്പോൾ ഒരു പ്രവചനം അസാധ്യമാകും വിധം നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ മാറ്റിയിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അവസാന ദിവസവും വലിയ വലിയ അവകാശവാദങ്ങൾ ഇരു മുന്നണികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. വിജയത്തിൽ കുറഞ്ഞതൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. സാധ്യതകൾ എങ്ങനെ അവസാന നിമിഷം പരസ്യ പ്രചരണം കൊട്ടി അവസാനിക്കുമ്പോൾ? രേണുക, 23 ദിവസം നീണ്ടുകിടന്ന പരസ്യ പ്രചരണം, തെരഞ്ഞെടുപ്പ് പോരാട്ടം എത്രത്തോളം തീവ്രമെന്ന് വ്യക്തമാക്കുന്ന ആവേശമാണ് ഇന്ന് കൊട്ടിക്കലാശത്തിൽ ഉണ്ടായത്. വലിയ ആവേശം. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ, ഒരുപക്ഷെ BJP ഇവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത്, പ്രചരണ രംഗത്ത് അത്രയൊന്നും ഈ ഇടത് വലത് മുന്നണികൾക്കൊപ്പമില്ലായിരുന്നു. പക്ഷേ കൊട്ടിക്കലാശത്തിൽ അവരും മോശമാക്കിയില്ല. വളരെ ശക്തമായ പ്രവർത്തകരുടെ ആവേശം അവിടെ കാണാനായിരുന്നു. UDF LDF സ്ഥാനാർത്ഥികളുടെ മുന്നണികൾ തമ്മിൽ അക്ഷരാർത്ഥത്തിൽ മത്സരമായിരുന്നു. ആരാണ് മികച്ചതെന്നത് എന്നത് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്ന കാര്യത്തിലും ഒരു അപ്രവചനീയത ഇപ്പോഴും നിലനിൽക്കുന്നു. 2 മുന്നണികൾക്കും ശക്തമായ അവകാശവാദം അവർ ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട്. 15,000 ഇന്നലെ വരെ എത്ര ഭൂരിപക്ഷമെന്ന് പറയാൻ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും തയ്യാറായില്ല. പക്ഷേ ഇന്ന് UDF നേതൃത്വം 15,000 കുറയാത്ത ഭൂരിപക്ഷമെന്ന ആത്മവിശ്വാസം നിറഞ്ഞ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഭൂരിപക്ഷത്തെ ചൊല്ലി അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അത് അവരുടെ എത്രത്തോളം ആത്മവിശ്വാസം അവർക്കുണ്ട് എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ്. അത്രയധികം അനുകൂല ഘടകങ്ങൾ മണ്ഡലത്തിലുണ്ട് എന്ന് അവർ വിലയിരുത്തുന്നു. സർക്കാരിനെതിരായ വികാരം, കാരണം 9 വർഷം തുടർച്ചയായി ഭരിക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാരിനെതിരായ നിരവധി വിഷയങ്ങളുണ്ട്. വന്യജീവി സംഘർഷം മലയോര മേഖല ആയ ഈ മണ്ഡലത്തിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് വോട്ടായി മാറുമെന്ന് അവർ വിചാരിക്കുന്നു. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ അവർ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. അങ്ങനെ പല മേഖലകളിൽ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറും. വലിയ മാർജിനിൽ വിജയിക്കും UDF സ്ഥാനാർത്ഥി ആരാണ് ഷൗക്കത്ത് എന്നാണ് അവരുടെ പ്രതീക്ഷ. മറ്റ് സാമുദായിക ഘടകങ്ങൾ കൂടി അവർ അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറിച്ച് ഇടതുമുന്നണിയാകട്ടെ ആദ്യത്തെ അവരുടെ പോസിറ്റീവ് ഘടകമായി അവർ കാണുന്നത് സ്ഥാനാർത്ഥി തന്നെയാണ്. മറ്റ് സ്ഥാനാർത്ഥികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആർക്കും കുറ്റവും കുറവും പറയാൻ കഴിയാത്ത സ്ഥാനാർത്ഥിയായാണ് അവർ M സ്വരാജിനെ വിശേഷിപ്പിക്കുന്നത്. അതുതന്നെ ഒരു അനുകൂല ഘടകമാണ്. M സ്വരാജ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷവും അതിന് മുമ്പുമുള്ള ആയാണ് ഇടതുമുന്നണി ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ കാണുന്നത്. കാരണം സ്വരാജ് വന്നതോടുകൂടി ഇടതുമുന്നണിയുടെ സംഘടനാ സംവിധാനം, CPM-ന്റെ സംഘടനാ മെഷീനറി ഒന്നടങ്കം ഇതിലേക്ക് ഇറങ്ങുകയായിരുന്നു. വലിയ ആവേശത്തോടു കൂടി സ്വരാജിനെ ഈ പാർട്ടി പ്രവർത്തകർ, മുന്നണി പ്രവർത്തകർ ഏറ്റെടുത്തു. അതിനപ്പുറത്തേക്ക് സ്വരാജിനൊരു പൊതുജന പിന്തുണ കൂടി ലഭിക്കുന്നുണ്ട് എന്നൊരു പ്രതീക്ഷ കൂടി ഇടതുമുന്നണിക്കുണ്ട്. അതുകൂടിയാകുമ്പോൾ വലിയ അനുകൂല ഘടകം സ്വരാജിനുണ്ട്. ജയിക്കാൻ ആവശ്യമായ വോട്ട് പാർട്ടിക്ക് പുറത്ത്, മുന്നണിക്ക് പുറത്ത്, രാഷ്ട്രീയ വോട്ടുകൾക്ക് പുറത്തുള്ള വോട്ടുകൾ സ്വരാജ് ലഭിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. മാത്രമല്ല UDF-ലെ ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധം, അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തന്നെ, പ്രത്യേകിച്ചും ലീഗിന് ഒപ്പം നിൽക്കുന്ന, UDF-നൊപ്പം നിൽക്കുന്ന സമസ്ത ഉൾപ്പെടെ വിഭാഗങ്ങൾക്ക് ഇടയിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടി തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്നവർ കരുതുന്നു. മറ്റൊന്ന്, VV പ്രകാശിന്റെ വീട്ടിൽ ഇന്നലെ M സ്വരാജ് സന്ദർശനം നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട അവിടെ നിന്നുള്ള, അല്ലെങ്കിൽ VV പ്രകാശുമായി ചേർന്ന് പോകുന്ന ആളുകളുടെ ഒരു വികാരമുണ്ട് ഷൗക്കത്തിനെതിരെ. അതും തങ്ങൾക്ക് അനുകൂലമാകുമെന്നവർ കരുതുന്നു. അങ്ങനെ പല വിഷയങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണ്. ഇതിന് പരം വിജയിക്കാൻ നിലമ്പൂരിൽ CPM-ന്റെ പാർട്ടി ചിഹ്നത്തിൽ കുഞ്ഞാലി കേശവ ഒരു സ്ഥാനാർത്ഥി ജയിച്ചു കയറാൻ ഇതിൽ പരം അവസരമില്ല എന്ന് തന്നെ അവർ കണക്ക് കൂട്ടുന്നു. മറുവശത്ത് BJP ആകട്ടെ തങ്ങളുടെ പ്രകടനം മെച്ചപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തിയത്. അതുണ്ടാകുമെന്ന് തന്നെ അവർ വിശ്വസിക്കുന്നുമുണ്ട്. അൻവർ 2 മുന്നണികളെയും വെട്ടിലാക്കി വിജയിച്ചു കയറും എന്ന ഉറച്ച വിശ്വാസമാണ്. 65,000 മുകളിൽ വോട്ട് കിട്ടുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ആദ്യഘട്ടത്തിൽ പിന്നിലായിരുന്നുവെങ്കിൽ യൂസഫ് പഠാന്റെ റോഡ് ഷോയോട് കൂടിയാണ് PV അൻവർ പ്രചരണത്തിന് മുൻനിരയിലേക്ക് വന്നത്. ഏതായാലും PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ 2 മുന്നണികളും തങ്ങളുടേതാകില്ല എന്ന പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. പക്ഷേ PV അൻവർ 2 മുന്നണികളുടെ വോട്ട് പിടിക്കും. അത് ആർക്ക് കൂടുതൽ ദോഷം ചെയ്യും, ആരുടെ വോട്ടാണ് കൂടുതൽ പിടിക്കുന്നത്, അവർ ഇവിടെ ഒരുപക്ഷെ പരാജയം അറിയേണ്ടി വരും. അങ്ങനെയെങ്കിൽ PV അൻവർ ഇവിടെ നിർണായക ഘടകമായി മാറുമെന്ന് ഉറപ്പാണ്. തീർച്ചയായും ഇപ്പോഴും അൻവർ എങ്ങനെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നത് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട്.
ഇന്ന് എല്ലാവരും കൊട്ടിക്കലാശത്തിൽ ആവേശപൂർവ്വം ഇടപെടുമ്പോൾ ആളുകളെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു, വ്യത്യസ്തനാവുകയായിരുന്നു അവിടെയും PV അൻവർ. ഇതൊക്കെ എങ്ങനെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്നതാണ്. നിലമ്പൂർ എന്നാൽ അൻവർ എന്നതാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മൾ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അൻവർ എങ്ങനെയാണ് ആ അൻവർ ഇനി തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഉണ്ടാകുമോ, അദ്ദേഹത്തിന് രാഷ്ട്രീയ ഭാവി ഉണ്ടാകുമോ എന്നതൊക്കെ നിശ്ചയിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. TG സജിത്തിലേക്ക് കൂടി പോയാൽ, സജിത്ത്, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തി എന്നത് നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു സെമി ഫൈനൽ പോരാട്ടം, അതിൽ ആർക്ക് മുൻതൂക്കം എന്നത് ഒരു ദിശാസൂചികയാകും എന്ന തരത്തിലൊക്കെ വിലയിരുത്തിയാണ് ഈ തെരഞ്ഞെടുപ്പ് ആദ്യം മുതൽ തന്നെ വിലയിരുത്തലുകൾ നടത്തുന്നത്. ഇവിടെ ഇപ്പോൾ ആദ്യം കണ്ടതുപോലെയല്ല, ആ തെരഞ്ഞെടുപ്പിന് ആദ്യം ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. പക്ഷേ പരസ്യ പ്രചരണം അവസാനിക്കുന്ന ദിവസം ഒരു വിലയിരുത്തൽ എന്ന നിലയിൽ നമുക്ക് നടത്താൻ കഴിയുന്നതാണ്. കാരണം 23 ദിവസം രണ്ട് മുന്നണികളും അവിടെ പ്രചരണം ജനങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെച്ചു. അത് അവസാനിക്കുന്ന ഒരു ദിവസം ആര് മുന്നിൽ ആര് പിന്നിൽ എന്നറിയാൻ ജനങ്ങൾക്ക് ഒരു കൗതുകം എന്തായാലും ഉണ്ടാകും. തുടക്കത്തിലുള്ള ആത്മവിശ്വാസം പോലെ ആയിരുന്നില്ല. ഇടത് സ്ഥാനാർത്ഥി സ്വരാജ് എന്ന് വരുമ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് രംഗമാകെ മാറി മറിയുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പ്രചരണത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ ഇരു മുന്നണികളും തുടരുന്നത് നമ്മൾ കണ്ടതാണ്. സ്വരാജ് എന്ന വ്യക്തിയുടെ സ്വാന്നിധ്യം തന്നെയാണോ ഇപ്പോഴും നിലമ്പൂരിനെ ഒരു നമുക്ക് ആർക്കാണ് വിജയപ്രതീക്ഷ എന്ന് പ്രവചിക്കാൻ കഴിയാത്ത തലത്തിലേക്ക് ഇപ്പോഴും കൊണ്ടെത്തിക്കുന്നത് സ്വരാജിന്റെ സാന്നിധ്യം തന്നെയാണ്? രേണു, നോക്കൂ, അതായത് നമ്മൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, ഒരുപക്ഷെ ഈ ഉപതെരഞ്ഞെടുപ്പ് കളമൊരുക്കിയത് അൻവറിന്റെ രാജിയാണെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് പോലും നടന്നേക്കില്ല എന്ന് പ്രതീക്ഷിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നും ഉപതെരഞ്ഞെടുപ്പിന് വീണ്ടും കളമൊരുങ്ങുമ്പോൾ തികച്ചും അപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പായി മാറും എന്ന പൊതു പ്രതീതി ഉണ്ടായിരുന്നു. പക്ഷേ സംഭവിച്ചത് എന്താണ്? ഇന്നത്തെ കാഴ്ച വരെ അവസാനിക്കുമ്പോൾ സംഭവിച്ചത് മറ്റൊരു കാഴ്ചയാണ്. അതിലേക്ക് എത്തിച്ചത് ഒരു പ്രധാനപ്പെട്ട ഘടകം M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം PV അൻവർ നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങളും, ഈ രണ്ട് ഘടകങ്ങളും കൃത്യമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിന് മറ്റൊരു പോർമുഖം തുറന്നിട്ടുണ്ട് എന്നതാണ് വസ്തുത. അതുതന്നെയാണ് പിന്നീട് അവസാന ദിവസങ്ങൾ വരെ ചർച്ചയ്ക്ക് വന്നതും കാര്യം. ഒപ്പം രേണുക തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിനെ മറ്റൊരു രീതിയിൽ കൂടി നമുക്ക് വിലയിരുത്തേണ്ടി വരും. അതായത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം ഇവിടെ മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ ജയപരാജയത്തിനും അപ്പുറം ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ച നേതാക്കളുടെ ജയപരാജയം കൂടി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാകും എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ പരീക്ഷണ ഘട്ടം കൂടിയായിരുന്നു എന്നൊരു വസ്തുത നമുക്ക് മുന്നിലുണ്ട്. പൊതുവെ പുറമേക്കൊന്നും തോന്നിപ്പിക്കുന്നില്ലെങ്കിലും UDF-നുള്ളിൽ ആളിക്കത്തുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. അത് നിലമ്പൂരിൽ ഒരു പരാജയമാണെങ്കിൽ അത് കൂടുതൽ പുറത്തേക്ക് വരും, അത് വലിയ വെല്ലുവിളിയായി മാറുകയും ചെയ്യും. കാരണം സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തു വന്ന ഒരു MLA ഒപ്പം നിർത്താൻ കഴിയാതെ പോയത് അതിൽ പ്രതിപക്ഷ നേതാവിന് തന്നെ അതിന്റെ പഴി കേൾക്കേണ്ടി വരും എന്നതാണ്. ഏറ്റവും ഒടുവിൽ അൻവറിന്റെ അടക്കമുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു. മുസ്ലിം ലീഗിനെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതിൽ അൻവറിനെ ഒപ്പം നിർത്തണമെന്ന നിലപാടുണ്ടായിട്ടും ഇക്കാര്യത്തിൽ VD സതീശനെടുത്ത നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ആര്യടൻ ഷൌക്കത്ത് എന്ന മറ്റൊരു സ്ഥാനാർത്ഥി വരികയും മത്സരിക്കുകയും അൻവറിനെ നേരിടാൻ തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ ആ രാഷ്ട്രീയ പരീക്ഷണം ഒരു വിജയമെങ്കിൽ അത് VD സതീശന്റെ പൊളിറ്റിക്കൽ ഗ്രാഫിൽ തന്നെ ഒരു വലിയ മാറ്റമുണ്ടാക്കുകയും ഒരുപക്ഷെ വീണ്ടും 2026 UDF-ന് ഒരുപക്ഷെ അധികാരം കിട്ടിയാൽ സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതലായി ഉയർത്തിക്കാട്ടാൻ അത് ഇടയാക്കുന്ന അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഗ്രാഫിൽ തന്നെ വലിയ മാറ്റമുണ്ടാക്കുന്ന ഒന്നായി മാറുകയും ചെയ്യും. സർക്കാരിനും മുഖ്യമന്ത്രിയും സംബന്ധിച്ചും ഇത് വിജയം ഉണ്ടായാൽ സ്വാഭാവികമായും മൂന്നാമതും പിണറായി സർക്കാർ എന്ന വാദത്തിലേക്ക് അവർക്കും വരാൻ കഴിയും. ഇങ്ങനെ പലതുമുണ്ട്. ഒപ്പം PV അൻവറിനെ കുറിച്ച് പറയുമ്പോൾ PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി കൂടി ഇത് മാറുമെന്ന പ്രത്യേകതയുണ്ട്. അങ്ങനെ സ്ഥാനാർത്ഥികൾക്കപ്പുറം ഈ മുന്നണി നേതൃത്വങ്ങളെ കൂടി പരീക്ഷിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുന്നു എന്നതാണ് ഇതിൽ പ്രത്യേക ഘടകമായി മാറുന്നത്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം ഈ മത്സരത്തിൽ, ഈ മണ്ഡലത്തിൽ മറ്റൊരു മത്സര ചിത്രം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഒരുപക്ഷെ സ്വരാജ് അല്ല ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെങ്കിൽ നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു മത്സര മുഖം ഉണ്ടാവില്ലായിരുന്നു എന്ന് നമുക്ക് കരുതേണ്ടി വരും. കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അത്ര വലിയ സംഘടനാ ശക്തി ഇവിടെ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം കഴിഞ്ഞ 9 വർഷങ്ങളായി PV അൻവർ MLA ആയിരുന്നപ്പോൾ ഇവിടുത്തെ സംഘടന ഏറെക്കുറെ പൂർണ്ണമായി PV അൻവറിന് വിധേയപ്പെട്ട് അല്ലെങ്കിൽ PV അൻവർ നിയന്ത്രിക്കുന്ന ആ രീതിയിലേക്ക് സംഘടന, CPM-ന്റെ സംഘടനാ സംവിധാനത്തിൽ പോലും പിഴവുകൾ ഉണ്ടായിരുന്നുവെന്ന് CPI നേതൃത്വം വിലയിരുത്തിയതാണ്. പക്ഷേ പിന്നീട് ചില ഇടപെടലുകൾ നടത്തി സംഘടന അവർ തിരിച്ചു കൊണ്ടുവരികയും M സ്വരാജ് കൂടി വന്നതോടുകൂടി പ്രവർത്തകർക്കും ഒപ്പം തന്നെ CPM-ന്റെ വിവിധ ഘടകങ്ങൾക്കും പുറത്തിറങ്ങാൻ ഈ സ്വരാജിന് വേണ്ടി ഇറങ്ങിയേ വഴിയൂ. അതൊരു വാശിയായി, ഒരു
ഒരു വലിയ ആവേശമായി അവർ ഉൾക്കൊണ്ടു എന്നതാണ് പ്രചരണ രംഗത്ത് നമ്മൾ കണ്ടത്. പക്ഷേ രാഷ്ട്രീയമായ ഈ സാഹചര്യങ്ങൾക്കും അപ്പുറം ഇവിടെ ജനവിധി നിർണ്ണയിക്കാൻ പോകുന്നത് നിഷ്പക്ഷ വോട്ടർമാരാണ്. കാരണം പുതിയതായി ചേർക്കപ്പെടുന്ന ആ വോട്ടുകൾ, ഒപ്പം മണ്ഡലത്തിലെ നിശബ്ദരായി നിൽക്കുന്ന വോട്ടർമാർ, ഈ വോട്ടർമാർ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇന്നത്തെ ഈ കൊട്ടിക്കലാശത്തിലും മറ്റും അവകാശപ്പെടുന്ന കാണുന്ന കാഴ്ചകൾക്കൊപ്പം നിൽക്കുന്നുണ്ടോ, അതല്ല അവർ മറ്റു ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിലാണോ ശ്രദ്ധ ഊന്നുക എന്നത് മണ്ഡലത്തിലെ ജനവിധി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാണ്. അതുകൊണ്ട് നമുക്ക് 23 വരെ കാത്തിരിക്കേണ്ട ഒരു സസ്പെൻസ് ആയി അത് മാറുക തന്നെ ചെയ്യും. തീർച്ചയായും നിലമ്പൂരിലെ അടിയൊഴുക്കുകളാണ് നിലമ്പൂരിൽ എപ്പോഴും തെരഞ്ഞെടുപ്പ് ഫലം നിശ്ചയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകം. അവിടെ നിശബ്ദ വോട്ടുകൾ ആർക്കൊപ്പം എന്നത് വലിയൊരു ചോദ്യമായി അവശേഷിക്കുകയാണ്. CV അനുമോദിലേക്ക് കൂടി പോയാൽ, അനുമോദ്, ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലം നിലമ്പൂർ എന്നത് തന്റെ പേരിനൊപ്പം എഴുതി ചേർത്തു ആര്യാടൻ മുഹമ്മദ്. അതിനുശേഷം PV അൻവർ, നമുക്കറിയാം, എത്രയെത്ര വാർത്താ സമ്മേളനങ്ങളിലൂടെ സർക്കാരിനെതിരെ ആദ്യം തുടങ്ങി, പിന്നീട് അത് പിണറായി വിജയനെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്തുള്ള വാർത്താ സമ്മേളനങ്ങളായി മാറി. PV അൻവർ നിലമ്പൂരിനെ തൻ്റെ പേരിനൊപ്പം എഴുതി ചേർത്ത് ആ PV അൻവർ വാർത്തകളിൽ നിറഞ്ഞു നിന്ന മാസങ്ങൾ കടന്നുപോയി. അവസാനം എല്ലാം പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് കളമൊരുക്കി അൻവർ പുറത്തു വന്ന് പിന്നീട് അങ്ങോട്ട് അൻവറിനെ ഒരു പാർട്ടിക്കും വേണ്ടാത്ത സാഹചര്യമുണ്ടായി. പല മുന്നണികൾക്ക് മുന്നിലും പോയി ഒരു അക്കമഡേഷന് വേണ്ടി കൈനീട്ടി നിൽക്കുന്ന അൻവറിനെ നമ്മൾ കണ്ടു. അപ്രസക്തനായി എന്ന് തോന്നുന്നിടത്താണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അൻവറിന്റെ തീരുമാനമുണ്ടാകുന്നതും. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇന്ന് അവസാന നിമിഷം എല്ലാവരും കൊട്ടിക്കലാശം നടത്തുമ്പോൾ 1-to-1 വോട്ട് തേടിക്കൊണ്ട് അങ്ങനെ പോലും തന്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ PV അൻവർ ശ്രമിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. ഈ 19 ജനങ്ങൾ വിധി എഴുതും, 23 ഫലം വരും. അതിനുശേഷം അൻവർ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നതാണ് മറ്റൊരു ആകാംക്ഷ. ഈ നിലമ്പൂരുകാർ എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. പരസ്യ പ്രചരണത്തിന്റെ ദിവസങ്ങളിൽ അൻവർ സാന്നിധ്യം അറിയിക്കാൻ ശ്രമിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം അൻവർ എന്ന വ്യക്തിയെ സംബന്ധിച്ച് എത്രമാത്രം നിർണായകമാകും? നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഉള്ളിൽ, മനസ്സിൽ അൻവറിന് സ്ഥാനമുണ്ടാകുമോ? അൻവറിന്റെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണിത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം 23-ാം തീയതി അറിയാം അൻവർ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന്. അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. കാരണം ഇനിയൊരു വലിയ പരാജയമാണെങ്കിൽ അൻവർ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ആർക്കും വേണ്ടാതായി അങ്ങനെ അവസാനിച്ചു പോകും. അതല്ല, ഒരു നല്ല വോട്ട് നേടാൻ കഴിഞ്ഞാൽ അൻവർ അവകാശപ്പെടുന്ന 75,000 വോട്ട് നേടി വിജയിക്കും എന്നുള്ളതാണ്. സ്വരാജിന് 35,000 കിട്ടൂ, ഷൗക്കത്തിന് ഏറിയാൽ 45,000, അങ്ങനെയൊക്കെയാണ് അൻവറിൻ്റെ കണക്കുകൾ. അതെന്തോ ആകട്ടെ, ഏതൊരു സ്ഥാനാർത്ഥിക്കും സ്വന്തം വിജയം ആഗ്രഹിക്കാം, അതിന് പ്രയത്നിക്കാം. പക്ഷേ നമുക്ക് വിജയിക്കുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാനാവില്ല. പക്ഷേ അൻവറിൻ്റെ അസ്തിത്വം അടയാളപ്പെടുന്ന തരത്തിൽ ഒരു വോട്ട് അൻവറിന് സമാഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അൻവറിനെ സംബന്ധിച്ച് കേരള രാഷ്ട്രീയത്തിൽ എവിടെയും ഒരു സ്ഥാനമുണ്ടാവില്ല. യു ഡി എഫിലേക്കാണ് അൻവറിൻ്റെ പ്രതീക്ഷയുള്ളത്. അപ്പോൾ UDF-ന്റെ വിജയത്തിനോ പരാജയത്തിനോ അത് അൻവറിൻ്റെ ഒരു വോട്ട് നേടൽ അതിൽ പ്രധാനപ്പെട്ട ഘടകമാണ്. അൻവർ 20,000-ന് മുകളിൽ വോട്ട് നേടി ഒരു 2 മുന്നണികൾക്കും ഭീഷണിയാവുന്ന സാഹചര്യമാണെങ്കിൽ അൻവർ തീർച്ചയായിട്ടും UDF-ൽ വീണ്ടും പരിഗണിക്കപ്പെട്ടേക്കും. അതല്ലെങ്കിൽ അൻവറിൻ്റെ സഹായമില്ലാതെ ഇവിടെ വിജയിച്ചു എന്നതുകൊണ്ട് തന്നെ UDF-ന് ഇനി അൻവറിൻ്റെ ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ അങ്ങനെയും കരുതാം. എന്തു തന്നെയാണെങ്കിലും അൻവറിനെ സംബന്ധിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നേടുന്ന വോട്ടുകൾ വളരെ നിർണായകമാണ്. അയാളുടെ ഭാവി നിർണ്ണയിക്കുന്ന വോട്ടുകളാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രചരണം കണ്ടതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാധാരണ മറ്റു സ്ഥാനാർത്ഥികളെ പോലെ നിശ്ചയിച്ച ഇടങ്ങളിലൊന്നുമല്ല, മാധ്യമങ്ങളെ അറിയിച്ചിട്ടല്ല അദ്ദേഹത്തിൻ്റെ പ്രചരണം ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ, തെരഞ്ഞെടുത്ത വ്യക്തികൾ, കുടുംബങ്ങൾ, അങ്ങനെ തനിക്ക് മാത്രം ലഭിക്കാൻ സാധ്യതയുള്ള വോട്ടുകൾ ഉറപ്പിക്കുകയാണ് അൻവർ ചെയ്തത്. അങ്ങനെ ഉറപ്പിക്കുന്ന വോട്ടുകൾ എല്ലാ വീടുകളിലും ഓരോരുത്തരും തനിക്ക് പ്രവർത്തകരായുണ്ടെന്ന് ആത്മവിശ്വാസത്തോടെ അൻവർ പറയുമ്പോൾ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെയും അതേപോലെ UDF-ൻ്റെയൊക്കെ ശക്തി കേന്ദ്രങ്ങളിൽ അവിടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റായിട്ട് സ്ലീപ്പർ സെല്ലുകളിൽ പോലെയുള്ള തൻ്റെ പ്രവർത്തകരുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അതുതന്നെയാണ് അൻവറിൻ്റെ ആത്മവിശ്വാസം. കാടടച്ചുള്ള പ്രചരണമല്ല, മറിച്ച് കൃത്യമായ പോക്കറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണമാണ് അൻവർ നടത്തിയിട്ടുള്ളത്. ഇന്ന് ഈ കൊട്ടിക്കലാശത്തിൻ്റെ കാരണം, അതൊന്ന് ഒഴിവായതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞത് അതുതന്നെയാണ്. തനിക്ക് 2 ഇടങ്ങളിലായി കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല, തൻ്റെ പ്രവർത്തകരെ അതിനെ നിയോഗിക്കാനും കഴിയില്ല എന്നൊരു കാരണം. അത് ന്യായീകരണമാണെങ്കിൽ പോലും ഈ ഒരു കൊട്ടിക്കലാശത്തിൻ്റെ 3 മുന്നണികൾക്കൊപ്പം പിടിച്ചു നിൽക്കുക എന്നതിനേക്കാൾ അൻവർ ശ്രദ്ധിക്കുന്നത് തനിക്ക് മാത്രം ലഭിക്കുന്ന വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അൻവറിനെ സംബന്ധിച്ച് അവസാന ഘട്ടത്തിൽ പ്രചരണത്തിനിറങ്ങി അവസാന ലാപ്പിൽ മറ്റുള്ളവർക്കൊപ്പം ഓടിയെത്താൻ വലിയ പാടുപെട്ടിട്ടുണ്ട്. പക്ഷേ തൻ്റെ അസ്തിത്വം ഉറപ്പിക്കാൻ കഴിയുന്നത്ര ഒരു വോട്ടുകൾ അൻവറിന് സമാഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ
അത് അൻവറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ അവസാനം കുറിക്കുന്ന ഒന്നാകുമെന്ന് അൻവറിന് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടുകൾ സമാഹരിച്ച് UDFിൻ്റെ ജയം തോൽവി എന്നതിനേക്കാൾ കൂടുതൽ തൻ്റെ ഭാവി ഉറപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഒരുക്കുക തന്നെയാണ് അൻവർ ചെയ്തിരിക്കുന്നത്. അൻവറിനൊരു 10,000-ന് മുകളിൽ വോട്ട് നേടാൻ കഴിഞ്ഞാൽ അതൊരു പക്ഷേ സാധാരണ ആളുകൾ പറയുന്നതാണ്. അൻവർ 75,000 അവകാശപ്പെട്ടാലും ഒരു 10,000-നും 20,000-നും വോട്ടുകൾ അൻവർ നേടും എന്നൊരു കണക്കൂട്ടൽ പൊതുവേ ഉണ്ട്. ആ വോട്ടുകൾ അൻവർ നേടിയാൽ പോലും അത് UDFിനും LDFിനും തലവേദന ഉണ്ടാക്കുന്ന സാഹചര്യമാകും ഉണ്ടാവുക. 10,000-ന് മുകളിൽ വോട്ട് അൻവർ നേടിക്കഴിഞ്ഞാൽ LDF പറയുന്നത് UDF പരാജയപ്പെടുമെന്നാണ്. പക്ഷേ അൻവറിൻ്റെ വോട്ടുകൾ 20,000-നൊക്കെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ LDFിനും അത് തലവേദന ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ രണ്ട് മുന്നണികളിൽ നിന്നും അൻവർ വോട്ട് ലക്ഷ്യമിടുന്നുണ്ട്. എത്രമാത്രം ഈ നാട് കഴിഞ്ഞ 9 വർഷം MLA ആയി ആ നാടിനൊപ്പം നിന്ന PB അൻവറിനെ ഇപ്പോൾ വിലയിരുത്തും. എത്രമാത്രം നാട് ഒപ്പം നിൽക്കുമെന്നുള്ളത് 23-ാം തീയതി തന്നെ നമുക്കറിയാം. തീർച്ചയായും 23-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. അതിനു മുൻപ് പ്രവചനങ്ങൾ സാധ്യമാകാത്ത വിധം ശക്തമായ മത്സരമാണ് നിലമ്പൂരിൽ നടക്കുന്നത്. മുന്നണികൾ കൂട്ടിക്കിഴിക്കലുകൾ അവർ ഓരോ നിമിഷവും അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ അവകാശവാദങ്ങൾ ഒരു 10,000-ന് മുകളിൽ വോട്ട് നേടി UDF ജയിക്കുമെന്നതാണ് UDF പറയുന്നത്. അതേസമയം കാറ്റ് തങ്ങൾക്ക് അനുകൂലമാണ്, വിജയം തങ്ങൾക്കൊപ്പം തന്നെയെന്ന് LDFും വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഒരു 5,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നതാണ് LDF ക്യാമ്പിന്റെ പ്രതീക്ഷ എന്നതാണ് മനസ്സിലാക്കുന്നത്. PG സജിത്ത് നമുക്കൊപ്പം ചേരുമ്പോൾ, സജിത്ത്, നിലമ്പൂരിൽ അടിയൊഴുക്കുകൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഇടമാണ്. പക്ഷേ ഇത്തവണത്തെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത അത്തരം അടിയൊഴുക്കുകൾ ഉണ്ടാകില്ല എന്നതുകൂടിയാണ്. കാരണം മുന്നണികൾ അവരവരുടെ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ശക്തമായ ശ്രമം ഇതിനോടകം നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പുറമേക്ക് തന്നെ പ്രതിഫലിക്കുന്ന തരത്തിലായിരുന്നു 23 ദിവസം നീണ്ട പ്രചരണ പരിപാടികൾ നമ്മൾ കണ്ടത്. അപ്പോൾ ജയം എന്നതിനപ്പുറം അവരവരുടെ കേഡർ വോട്ടുകൾ, അവരവർക്കുള്ള വോട്ടുകൾ ഉറപ്പിക്കുക എന്നത് കൃത്യമായി നടക്കും എന്ന ഒരു പ്രതീക്ഷ മുന്നണികളെ സംബന്ധിച്ചുണ്ട്. അവിടെ ഏറ്റവും നിർണായകമാവുക അൻവർ എത്ര വോട്ട് നേടുന്നു, NDA സ്ഥാനാർത്ഥി എത്ര വോട്ട് നേടുന്നു എന്നതാണ്. 8,500 വോട്ട് എന്ന നിലയിലേക്ക് NDA സ്ഥാനാർത്ഥിക്ക് എത്താൻ കഴിയുമോ എന്നതൊരു വലിയ ചോദ്യമാണ്. അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ന്യൂനപക്ഷത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവന്ന് ആ അഡ്വാൻറ്റേജ് കൂടി നേടണമെന്നതായിരുന്നു NDA ക്യാമ്പിന്റെ പ്രതീക്ഷ. അത് സാധ്യമാകുമോ? അൻവറിനെ സംബന്ധിച്ച് ഒരു 10,000-ന് മുകളിലേക്ക് വോട്ട് ഉയർത്തുക എന്നതൊരു സാധ്യതയാണോ? അങ്ങനെയാണെങ്കിൽ അൻവർ ആരുടെ വോട്ട് കൊണ്ടുപോകും? അടിയൊഴുക്കിനപ്പുറം അടിയൊഴുക്കുകളില്ലാത്ത തെരഞ്ഞെടുപ്പിൽ ഇവർ നേടുന്ന വോട്ട് എന്നതായിരിക്കുമോ ഈ റിസൾട്ട് നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമായി മാറുക? രേണുക, രണ്ട് മുന്നണിയുടെയും ഭാഗമല്ലാത്ത ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി അൻവറിനെ നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാം. പക്ഷേ അൻവറിന്റെ വേരുകൾ ഇടതുമുന്നണിയിലുമുണ്ട്, UDFിലുമുണ്ട്. ഇടതുമുന്നണിയുടെ സ്വതന്ത്രനായി 2 തവണയും അൻവർ വിജയിച്ചതിന്റെ കാരണം അദ്ദേഹത്തിന്റെ കോൺഗ്രസ് ബന്ധമാണ്. കോൺഗ്രസ് വോട്ടുകൾ ചോർത്തിയെടുക്കാനുള്ള ശേഷിയാണ്, ന്യൂനപക്ഷ വോട്ടുകളെ സ്വാധീനിക്കാനുള്ള ശേഷിയാണ്. അങ്ങനെ ഒരാളാണ് ഇപ്പോൾ സ്വതന്ത്രനായി മത്സരിക്കുന്നത്. അതായത് UDFിലും ഇടതുമുന്നണിയിലും ഒരേ സമയം വേരുകളുള്ള PV അൻവർ ഒരു ബദൽ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അത് ആരുടെ വോട്ട് ചോർത്തുമെന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും ഈ രാഷ്ട്രീയ രംഗത്തുണ്ട്. അവിടെ ഇരു മുന്നണികൾക്കും ആശങ്കയുണ്ട് എന്നതാണ് വസ്തുത. പുറമേക്ക് ഞങ്ങളുടെ രാഷ്ട്രീയ വോട്ടുകൾ സുരക്ഷിതമെന്ന വാദമുണ്ടെങ്കിൽ കൂടിയും അത് അങ്ങനെയല്ല അവരുടെ കണക്കെടുപ്പ് എന്നതാണ് വസ്തുത. കാരണം PV അൻവർ 10,000-ൽ പരം വോട്ടുകൾ പിടിക്കുമെന്ന കാര്യം മുന്നണി നേതൃത്വങ്ങൾ ഏറെക്കുറെ സമ്മതിച്ചു തരുന്നുണ്ട്. ഈ വോട്ടുകൾ ആരെയും ചോർത്തുമെന്ന ചോദ്യമാണ്. സ്വാഭാവികമായും ഇടതുപക്ഷത്തിന്റെ അവകാശവാദം അത് കോൺഗ്രസ് വോട്ടുകളാണ് ചോർത്തുക എന്നതാണ്. പക്ഷേ 10,000-ത്തിനപ്പുറത്തേക്കും അൻവറിന്റെ വോട്ടുകൾ വന്നാൽ അത് ഇടതുമുന്നണിയുടെ വോട്ടുകളിലും ചോർച്ചയുണ്ടാവില്ലേ എന്ന മറുചോദ്യമുണ്ട്. കാരണം കഴിഞ്ഞ 9 വർഷമായി PV അൻവർ എന്ന MLAക്ക് രാഷ്ട്രീയ നേതാവിന്റെ ബന്ധങ്ങൾ ഇടതുമുന്നണിയിലാണ്. ഇവിടുത്തെ പ്രാദേശിക നേതൃത്വങ്ങളും പ്രദേശത്തെ ജനങ്ങളുമായുള്ള അൻവറിന്റെ ബന്ധം അത് ഇടതു വോട്ടുകൾക്കും ചോർച്ചയുണ്ടാക്കില്ല എന്ന ചോദ്യം സ്വാഭാവികമായും ഉണ്ടാവും. എന്തായാലും UDF പ്രതീക്ഷ വയ്ക്കുന്നത് അതിൽ തന്നെയാണ്. തങ്ങളുടെ രാഷ്ട്രീയ വോട്ട് പ്ലസ് ഇടതുമുന്നണിയുടെ ചോർച്ച ഉണ്ടാകുന്ന വോട്ടുകൾ അങ്ങനെ വിജയിച്ചു കയറാം എന്ന് അവർ കരുതുന്നു. അതേസമയം ഇടതുമുന്നണിയുടെ പ്രതീക്ഷ അൻവർ സ്വാധീനിക്കുന്ന വോട്ടുകൾ തന്നെയാണ്. കാരണം പൂർണ്ണമായും
ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ വോട്ടുകൾ കൊണ്ട് മാത്രം നിലമ്പൂർ വിജയിച്ച് കയറാൻ കഴിയില്ല. അങ്ങനെ ഒരു കണക്കെടുപ്പ് അവർക്കില്ല. മറിച്ച് അൻവർ സ്വാധീനിക്കപ്പെടുന്ന വോട്ടുകൾ UDF ക്യാമ്പിൽ നിന്ന് നഷ്ടമാവുമ്പോൾ ഈ ഇടതുമുന്നണിയുടെ കേഡർ വോട്ടുകളും ചേർന്നാൽ വിജയിച്ചു കയറാമെന്ന കണക്കിലാണ് ഇടതുമുന്നണിയും വരുന്നത്. കാരണം അൻവർ സ്ഥാനാർത്ഥി ആവുന്നു എന്നപ്പോൾ മാത്രമാണ് അവിടെ സ്വരാജിനെ പോലെയുള്ള ഒരാളെ പരീക്ഷിക്കാൻ പോലും ഇടതുമുന്നണി CPM നേതൃത്വം തയ്യാറായത്. അതുകൊണ്ട് ഒരു കൃത്യമായ ഫാക്ടർ PV അൻവർ എത്ര കണ്ട് വോട്ടുകളെ സ്വാധീനിക്കുമെന്ന ചോദ്യമാണ്. ഒരുപക്ഷെ അൻവർ അവകാശപ്പെടുന്നത് പോലെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ സ്വാഭാവികമായി ഒരു UDFന് അവരുടെ കേഡർ വോട്ടുകൾ, അവരുടെ സംഘടനാ വോട്ടുകൾ നിലനിർത്താനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ UDFന് ഇവിടെ തുടരാം, അവർക്ക് വിജയിച്ചു കയറാം. അതേസമയം ഇടതുമുന്നണിക്ക് ഈ മണ്ഡലം നിലനിർത്താൻ ഇവിടെ അവരുടെ അൻവറിന് ഒരു മറുപടി കൊടുക്കണമെങ്കിൽ അൻവർ സ്വാധീനിക്കുന്ന വോട്ടുകൾ കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും സജിത്ത്, അവിടെ NDA സ്ഥാനാർത്ഥിയുടെ കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചിരുന്നു. 8500 വോട്ട് എന്ന കഴിഞ്ഞ തവണത്തെ നിലനിർത്താൻ NDA സ്ഥാനാർത്ഥിക്കാകുമോ? NDA സ്ഥാനാർത്ഥിക്ക് ആ വോട്ട് നിലനിർത്താനായില്ല എങ്കിൽ, അവിടെ ചോർച്ച ഉണ്ടാകുന്നു എങ്കിൽ അത് ഗുണകരമായി മാറുക ആർക്കായിരിക്കും? രേണുക, ഈ NDA സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥി ഇവിടെ ഒരു കീ ഫാക്ടർ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം BJPക്ക് പൊതുവിൽ ദുർബലമായ വോട്ടിംഗ് സംവിധാനമുള്ള ഒരു ഇടമാണ് നിലമ്പൂർ. കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുള്ളതാണ്. മുമ്പ് പാർലമെന്റിലേക്ക് K. സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ 17,000-ൽ പരം വോട്ടുകൾ ഇവിടെ പിടിച്ചു എന്നത് മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന ഒരു ചിത്രമായിരുന്നു. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്ര കൊണ്ടൊന്നും അവകാശപ്പെടാൻ BJPയെ സംബന്ധിച്ച് ഇവിടെ ഇല്ല എന്ന ഒരു വസ്തുതയുണ്ട്. പക്ഷേ BJP മുമ്പ് സമാഹരിച്ച വോട്ടുകൾ സമാഹരിച്ചില്ലെങ്കിൽ ആ വോട്ട് ആർക്ക് ചോരുമെന്നത് ഒരു കീ ഫാക്ടറാണ്. അത് ചെറുതെങ്കിലും ആ വോട്ടുകൾ നിർണായകമാണ്. അതൊരു പക്ഷേ സ്വരാജിന് ലഭ്യമാകുമോ എന്ന മറുചോദ്യമുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്ക് പറഞ്ഞു പോകാവുന്ന, പരാമർശിക്കാവുന്ന ഒരു കാര്യം കൂടിയുണ്ട്. MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ വിശ്വാസികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണമെന്ന ചോദ്യമാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം BJP വോട്ട് നിങ്ങൾക്ക് കിട്ടുമോ എന്ന ചോദ്യത്തിനാണ് അദ്ദേഹത്തിന്റെ മറുപടി. അങ്ങനെയെങ്കിൽ വിദൂരമായെങ്കിലും BJPയുടെ ചോർച്ച ഉണ്ടാവുന്ന വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷ CPM മുന്നിൽ കാണുന്നുണ്ടാവാം. പക്ഷേ ഇന്ന് രാവിലെയും PK കൃഷ്ണദാസിനെ പോലെയുള്ള BJP നേതാക്കൾ ആവർത്തിച്ച് പറയുന്നു ഞങ്ങൾ വോട്ട് വർദ്ധിപ്പിക്കുമെന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. BJP ഒരു കീ ഫാക്ടറല്ല മണ്ഡലത്തിൽ. പക്ഷേ BJPയിൽ നിന്ന് ചോരുന്ന വോട്ടുകൾ അങ്ങനെ സംഭവിച്ചാൽ അത് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിലെ ഒരു ഘടകം അതായി മാറുകയും ചെയ്യും. BJPയുടെ വോട്ടുകൾ ചോരുമോ? അൻവർ 10,000-ന് മുകളിൽ വോട്ട് പിടിക്കുമോ? ഇതൊക്കെ മുന്നണികളെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. വിധി നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളായി അത് മാറുകയും ചെയ്യും. CV അനുമോദിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ, അനുമോദ്, നിലമ്പൂരിലെ ജനങ്ങളെ നമ്മൾ നേരിട്ട് കണ്ട് അവരോട് തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ സംസാരിച്ചാൽ വിട്ടു പറയില്ല. പക്ഷേ അവരുടെ മുഖം കാണുമ്പോൾ നമുക്കറിയാം അവർക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ട്, അവർക്ക് കൃത്യമായ തീരുമാനങ്ങളുണ്ട്. പക്ഷേ അത് പൊതു ഇടത്തിൽ ചർച്ചയാക്കാൻ പലരും ആഗ്രഹിക്കുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. അപ്പോൾ നിലമ്പൂരിലെ ജനങ്ങൾ ഒരുപക്ഷെ ഇതിനോടകം വിധി എഴുതിയിട്ടുണ്ടാകാം. നാളെ അവർ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം നിശബ്ദമായി ആലോചിച്ച് മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലെത്തിയവർ വോട്ട് രേഖപ്പെടുത്തും. നമ്മൾ അത് അറിയണമെങ്കിൽ 23 വരെ കാത്തിരുന്നേ മതിയാകൂ. പെട്ടി പൊട്ടിച്ച് കഴിഞ്ഞ് മാത്രമേ നമുക്കത് വ്യക്തമാകൂ. പക്ഷേ നിലമ്പൂരിലെ ജനങ്ങളെല്ലാം തീരുമാനിച്ചുറപ്പിച്ച മട്ടാണ്. അവരെ നിരന്തരം കാണുന്ന റിപ്പോർട്ടർ എന്ന നിലയിൽ അനുമോദൻ എന്താണ് പറയാനുള്ളത്? നിലമ്പൂർ ജനത ആളുകളെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് പറയാമോ? നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ഒരു നിസ്സംഗത വോട്ടർമാർക്കുണ്ടോ എന്നൊരാശങ്ക എല്ലാ മുന്നണികൾക്കും ഉണ്ട്. അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ 6 മാസം മാത്രം കാലാവധിയുള്ള ഒരു സാമാജികൻ. അപ്പോൾ ഇത്രയും ഈ ഒരു സാഹചര്യത്തിൽ എത്ര പേർ വോട്ട് ചെയ്യാൻ വരുമെന്ന ചോദ്യം അത് എല്ലാ മുന്നണികൾക്കും ഒരുപോലെയുള്ള കാര്യമാണ്. അതിനു പുറമെ കാലാവസ്ഥ, ഈ 2 ഘടകങ്ങൾ പോളിംഗ് ശതമാനത്തെ സ്വാധീനിക്കുന്ന ഒന്നാകും. നിലമ്പൂരിലെ വോട്ടർമാരെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ ഒരു ഭരണത്തിനെതിരെ എന്തെങ്കിലും വികാരമുണ്ടെങ്കിൽ, ഭരണത്തിനെതിരെ എതിർപ്പുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താനുള്ള ഒരു അവസാന അവസരമാണ് ഇത് എന്നുള്ളത് ശരി തന്നെയാണ്. അതുതന്നെ സർക്കാരിൻ്റെ ഗുണഭോക്താക്കൾക്കും ഈ ഒരു അവകാശവാദം ഉന്നയിക്കാം, സർക്കാരിനെ പിന്തുണയ്ക്കാൻ. പക്ഷേ ഇവിടെ ജനങ്ങളെ സംബന്ധിച്ച് ആത്യന്തികമായിട്ട് ഇതൊരു അടിച്ചേൽപ്പിച്ച തിരഞ്ഞെടുപ്പാണെന്ന വികാരം പൊതുവെ നിലനിൽക്കുന്നുണ്ട് എന്നതൊരു വസ്തുത. നമ്മൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ആവേശവും അത് റോഡ് ഷോയിൽ ഈ കൊട്ടിക്കലാശത്തിൽ കണ്ട ഗംഭീരമായിട്ടുള്ള പ്രകടനമൊന്നും നിലമ്പൂരുകാരുടെയാണെന്ന് മുഴുവനൊന്നും വിലയിരുത്തരുത്. നിലമ്പൂരുകാർ ഒരുപക്ഷെ ഇതിലൊന്നും പങ്കാളിയാവണമെന്നില്ല. അവരുടെ പ്രശ്നങ്ങളുമായി മുൻനിർത്തി അവർ ഇപ്പോഴും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വോട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് പോലും ആലോചിക്കും. നിലമ്പൂരിൽ എപ്പോഴും പോളിംഗ് ശതമാനം 80-ന് മുകളിൽ പോയിട്ടില്ല എന്നൊരു വസ്തുതയാണ്. അപ്പോൾ
പോളിംഗ് ശതമാനം കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ആളുകളുടെ വോട്ടിങ്ങിനോടുള്ള ഈ ഒരു സംവിധാനത്തോട് നിസ്സംഗതയായിട്ട് തന്നെ കാണാം. അപ്പോൾ നിലമ്പൂരുകാരുടെ മനസ്സിൽ എന്ത് എന്നുള്ളതിന് നമുക്ക് ഇപ്പോൾ ഒന്നും പ്രവചിക്കാൻ സാധ്യമല്ല. ഒരുപക്ഷെ ഈ അപ്രതീക്ഷിതമായ പലതും നിലമ്പൂരിലെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് കാത്തുവച്ചിരിക്കാം. ഒന്നുറപ്പാണ്, നിലമ്പൂരിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് ഫലം അത് കേരള രാഷ്ട്രീയത്തിൽ ഒരു ചൂണ്ടുവലയാകും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സിഗ്നൽ എങ്ങനെയാണ് കേരളത്തിൻ്റെ ഒരു മനസ്സ് എന്നത് പറയുന്നതിനുള്ള ഒരു സൂചന കൂടിയായിട്ട് നമുക്ക് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ കാണാം. പിടിതരാത്ത നിലമ്പൂരുകാരുടെ മനസ്സുപോലെ പ്രവചനാതീതമാണ് നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്നതാണ് അനുമോദ് സൂചിപ്പിക്കുന്നത്. നമുക്ക് എന്താണ് നിലമ്പൂരുകാർ ആരെയാണ് കൊള്ളുന്നത്, ആരെയാണ് തള്ളുന്നത് എന്നറിയാൻ 23 വരെ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ അവർ നാളെ ഒരു ദിവസത്തെ നിശബ്ദമായ പ്രചരണത്തിന് ശേഷം മറ്റന്നാൾ അവരുടെ വിധി രേഖപ്പെടുത്തും. അത് 23-ന് നമുക്ക് അറിയാം. എന്തായാലും അതുവരെ കാത്തിരിക്കണം. മുന്നണികളും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ്. അവർ ഇപ്പോൾ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു എങ്കിൽ പോലും. നിലമ്പൂർ അംഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.